ഗ്രീഷ്മയുണ്ട്. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനുണ്ട്. ഈ പോലീസ് വാഹനവും ഇവിടേക്ക് എത്തുകയാണ്. പോലീസ് വാഹനം ഈ കോടതിയോട് ചേർത്തിടുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ പോലീസിന്റെ സുരക്ഷാ വലയത്തിന് നടുവിലാണ് ഇവിടെ നിന്നും ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുന്നത്. ഈ കോടതിക്ക് അകത്തേക്ക് വാഹനം കയറ്റിയിട്ടിട്ടുണ്ട്. അതിന് നടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഗ്രീഷ്മ ഇതിലെ പോകുന്നത്. കോടതിക്ക് അകത്ത് നിന്നപ്പോൾ നിർവികാരയായാണ് അവിടെ നിന്ന് ഈ വിധി കേട്ടത് എങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല. ഇത്രയും അധികം പോലീസുകാരുണ്ട്. ആദ്യമായല്ല ഗ്രീഷ്മ പ്രതികരണത്തിന് ഉള്ള സാധ്യതയില്ല. ഇതുവരെയും ഈ കേസിൽ പ്രതിയായതിനു ശേഷം ഗ്രീഷ്മ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. പോയി തോന്നുന്നുണ്ടോ ഗ്രീഷ്മ? ഈ വിധിയോട് എങ്ങനെയാണ് ഗ്രീഷ്മ പ്രതികരിക്കുന്നത്? അവർ ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഗ്രീഷ്മ അതിനു മുൻപ് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നു, ഈ വാർത്ത പുറത്തു വന്ന സമയത്തൊക്കെ. പക്ഷെ പിന്നീട് ഒരു തരത്തിലും സംസാരിക്കാൻ ഗ്രീഷ്മ തയ്യാറായിരുന്നില്ല. പോലീസ് വാഹനത്തിനകത്തേക്ക് ഗ്രീഷ്മയെ കയറ്റുകയാണ്. ഈ വലിയ പോലീസ് വലയത്തിന് നടുവിലാണ് ഗ്രീഷ്മയെ ഇപ്പോൾ അകത്തേക്ക് കയറ്റുന്നത്. പുറത്തു നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ ചർച്ചയായ ഒരു കേസായതിനാൽ തന്നെ നിരവധി ആളുകളാണ് ഈ കേസിന്റെ വിധി പ്രസ്താവം കേൾക്കാനായി ഇവിടേക്ക് എത്തിയത്. ആ ആളുകളെയെല്ലാം മാറ്റിക്കൊണ്ടിപ്പോൾ പോലീസിന്റെ വാഹനം പുറത്തേക്ക് പോവുകയാണ്. ഒരു വാഹനം മാത്രമല്ല, പുറത്ത് മറ്റു വാഹനങ്ങളുമുണ്ട്. ഇപ്പോൾ പാറശാല പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം ഗ്രീഷ്മയെ കൊണ്ടുപോകും. അവിടെ നിന്നായിരിക്കും പിന്നീട് ജയിലിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. നിലവിൽ വാഹനം ഇപ്പോൾ കോടതി കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഈ ഗ്രീഷ്മയോട് ഈ ചോദ്യം നമ്മൾ ആദ്യമായി ചോദിക്കുന്നതല്ല. എന്തെങ്കിലും ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്ന് പലപ്പോഴായി ചോദിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. കോടതിയിൽ ഇന്ന് അകത്ത് കണ്ട സമയത്തും ഒന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, കോടതിയിൽ അമ്മയോടൊപ്പം അവിടെ ഇരിക്കുകയായിരുന്നു. ഇത് അവർ പ്രതീക്ഷിച്ചിരുന്നു, ഈ വിധി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കും മനസ്സിലാക്കാനാവുന്നത്. അവർ ഇതിനപ്പുറമൊന്നും അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിന് ഈ അമ്മയുടെ കാര്യത്തിൽ മാത്രമാണ്. അമ്മയ്ക്കെതിരെ ആദ്യം മുതൽ തന്നെ പോലീസിന്റെ ഒരു ആത്മവിശ്വാസക്കുറവ് അമ്മയെ പ്രതിയാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതിൽ സംശയം വേണ്ട. പക്ഷേ നിർമ്മലകുമാരൻ അമ്മാവൻ കുറ്റക്കാരനാണെന്ന് തെളിയുമെന്നൊരു ആത്മവിശ്വാസം പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തുടക്കം മുതൽ പങ്കുവച്ചിരുന്നു. അമ്മയ്ക്കെതിരെ കൃത്യമായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ഇവർ നൽകിയ മൊഴിയിൽ മാത്രമാണ്, ഗ്രീഷ്മ നൽകിയ ഒരു മൊഴിയിൽ മാത്രമാണ് അത്തരത്തിലൊരു തെളിവ് ഇവിടെ നിന്നും പുറത്ത് കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. നാളെയാകും കോടതിയിൽ നിന്ന് പാറശാല പോലീസ് സ്റ്റേഷനിലേക്ക് മടന്ന് ജയിലിലേക്ക് മാറ്റുകയാണ്. അതിനുവേണ്ടി അവരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഇപ്പോൾ ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. വളരെ നിർവികാരതയോടുകൂടിയാണ് ഈ വിധി പ്രസ്താവം കേട്ടത്. കുറ്റക്കാരിയാണെന്നുള്ള വിധി പ്രസ്താവം കേട്ടതിനു ശേഷം തലകുനിച്ച് കനത്ത പോലീസ് ബന്ദോബസ്തിനിടയിലൂടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു. രണ്ട് വനിതാ പോലീസുകളുടെ നടുവിൽ ഗ്രീഷ്മ ഇരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. 3 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾ, ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തി എന്ന കേസിൽ ഇപ്പോൾ ഇതാ ഗ്രീഷ്മ പ്രതിയായിരിക്കുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ, അന്വേഷണം, പോലീസിന് മുമ്പിൽ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള അന്വേഷണം, ഇവയെല്ലാം മറികടന്നുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. ഗ്രീഷ്മയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടതി പരിസരത്ത് നിന്ന് വാഹനം മുമ്പോട്ട് നീങ്ങും. അല്പസമയത്തിനകം നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് ഗ്രീഷ്മയെ കൊണ്ടുപോവുകയാണ്.